Welcome to Garam Masala, the magic spices of cooking. എഗ് ബുർജി. ഇന്ന് നമുക്ക് എഗ് ബുർജി തയ്യാറാക്കിയെടുക്കാം. ഇത് ചപ്പാത്തി, റൊട്ടി, റൈസ് ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി നമുക്ക് 2 മുട്ട എടുക്കാം. ഈ മുട്ടയെ നമുക്കൊരു ബൗളിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ടയൊന്ന് പതഞ്ഞു വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബുർജി നല്ല സോഫ്റ്റ് ആയിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാനിൽ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഒരു വലിയ സവാള, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കണം. ഒരൽപ്പം കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാളയൊന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഓപ്ഷണലാണ്. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി നന്നായി വെന്ത് വരണം. ഇനി ഇതിനെ നമുക്ക് പാനിൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റാം. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുതായൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് വെജിറ്റബിൾസുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ വീതം ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുട്ടയുടെ സ്മെൽ കുറയുന്നതിന് വേണ്ടിയാണ് ഗരം മസാലയും മല്ലിയിലയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ ഒരുപാട് നേരം ഫ്ലെയിമിൽ വെക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ എഗ് ബുർജി നല്ല ഹാർഡായിരിക്കും. ഇത് കരിഞ്ഞു പോകരുത്. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് എഗ് ബുർജി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ചപ്പാത്തി, റൊട്ടി, റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.